ഹായ് നമസ്കാരം, എല്ലാവർക്കും ചാനലിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഇന്ത്യയിൽ തന്നെ ലാർജസ്റ്റ് പബ്ലിക് അക്വേറിയമായ മറൈൻ വേൾഡിലേക്കാണ്. ചാവക്കാടാണ് സ്ഥലം. ഗൂഗിൾ മാപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ലൊക്കേഷൻ കിട്ടും. നമ്മൾ ഒറ്റയ്ക്കല്ല ഇന്ന് വന്നേക്കുന്നത്, ഫുൾ ഫാമിലി ഉണ്ട്. നമ്മൾ ട്രാവലർ വിളിച്ചാൽ പോകുന്നത്. ഇവിടെ ഇഷ്ടംമാതിരി പാർക്കിംഗ് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ അവിടെ പാർക്ക് ചെയ്യാം. ഇവിടെ എൻട്രി ഫീസായിട്ട് വരുന്നത് സീനിയർ സിറ്റിസൺ 300, അഡൽട്ട് 350, കുട്ടികൾക്ക് 250. ആ രീതിയിലാണ് ഇവിടുത്തെ ചാർജ് വരുന്നത്. അകത്തേക്ക് കയറി വരുമ്പോൾ തന്നെ റൈറ്റ് സൈഡിൽ ഇതുപോലെ മതിലിൽ നല്ലൊരു ആർട്ട് വർക്കൊക്കെ ചെയ്തിട്ടുണ്ട്. അതിൻ്റെ തൊട്ടപ്പുറത്തായിട്ട് ഇവിടെ 16D സിനിമ എന്ന് പറഞ്ഞിട്ടൊരു പരിപാടിയുണ്ട്. 120 വെച്ചാണ് ഓരോ ടിക്കറ്റിന് ചാർജ് വരുന്നത്. അത് കഴിഞ്ഞ് ഇവിടെ താറാവും കുറച്ച് മീനുകളും ഒരു കുളം പോലെ കെട്ടിയിട്ട് അവിടെ വളർത്തേണ്ടവർ. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ട് ഒരു ബേഡ്സ് പാർക്ക് ഉണ്ട്. അവിടെ പക്ഷികൾക്ക് തീറ്റ കൊടുക്കാം. പിന്നെ ടിക്കറ്റ് കൗണ്ടറിനോട് വന്നു കഴിഞ്ഞാൽ ടിക്കറ്റ് എടുക്കാനായിട്ട് ഒരാൾ ഈ റൈറ്റിൽ കൂടെ അകത്തേക്ക് പോയിട്ട് ടിക്കറ്റ് എടുക്കാം. ബാക്കിയുള്ളവരുടെ ലെഫ്റ്റിൽ വെയിറ്റ് ചെയ്യണം. അപ്പോൾ ഒത്തിരി ആൾക്കാരുണ്ട് ഇവിടെ. നല്ല തിരക്കാണ് ഇവിടെ. ഒരു സെക്യൂരിറ്റി ഉണ്ട്. പുള്ളി മടുത്തു പറഞ്ഞ ആൾക്കാരാണ്. നല്ല റഷാണ്. ടിക്കറ്റ് എടുക്കാൻ വലിയ തിരക്കുണ്ടാവില്ല, കാരണം ഒരാൾ പോയിട്ട് സുഖമായിട്ട് ടിക്കറ്റ് എടുത്തു വരാം. അപ്പോൾ നമ്മുടെ ടിക്കറ്റ് കിട്ടി നമ്മൾ ജസ്റ്റ് അകത്തേക്ക് എൻ്ററായി. നമ്മൾ കയറി വരുമ്പോൾ തന്നെ ഇതുപോലെ ഒരാളൊന്നും ബ്രീഫ് ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ച് സംഭവം വേറെ ഒന്നുമല്ല, ഇവിടെ ഫിഷ് തെറാപ്പി ഉണ്ട്. അപ്പോൾ വരുമ്പോൾ തന്നെ ഫിഷ് തെറാപ്പി ചെയ്യണം, കാരണം അകത്തേക്ക് പോയിട്ട് തിരിച്ചു വരാൻ പറ്റില്ല ഇങ്ങോട്ട്. അപ്പോൾ നമ്മൾ കയറി വരുമ്പോൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ ഫിഷ് തെറാപ്പി ചെയ്തിട്ടാണ് അകത്തേക്ക് പോകാൻ. പോകുന്നുണ്ടെങ്കിൽ എന്തായാലും നിങ്ങൾ ഫിഷ് തെറാപ്പി ചെയ്യണം, കാരണം അവിടെ കാലിട്ടിരിക്കാൻ നേരത്തെ മീൻ വന്ന് കൊത്തുന്നു. ഭയങ്കര രസമാണ്, അതിൻ്റെ നല്ല ഫീൽ അത് കിട്ടാനായിട്ട്. അപ്പോൾ എന്തായാലും നിങ്ങളത് എക്സ്പീരിയൻസ് ചെയ്യണം. അത് കഴിഞ്ഞ് അവിടെ നിന്ന് നീറ്റ് ചെയ്യാൻ നേരത്ത് ഒരു ചെറിയ കടയുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതുപോലൊരു ട്യൂബുണ്ട്. ഈ ട്യൂബിൽ നമുക്ക് അടിയിൽ കൂടെ കയറി കഴിഞ്ഞാൽ ഈ ട്യൂബിൻ്റെ അകത്ത് വരാൻ നേരത്ത് അതിൻ്റെ ഉള്ളിൽ കൂടെ മീൻ ഓടുന്നത്. നമുക്ക് അതിൻ്റെ സെൻറ്ററിലാണ് നമ്മൾ കയറുന്നത്. അപ്പോൾ പിള്ളേർക്കൊക്കെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരിക്കും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ തന്നെ അവിടെ അക്വേറിയത്തിൻ്റെ സ്റ്റാർട്ട് ചെയ്യും അവിടെ തന്നെ. അപ്പോൾ പല ടൈപ്പിൽ അവർ മോഡൽസ് ഉണ്ടാക്കി ഇട്ടിട്ടുണ്ട് പുറത്ത്. നമ്മൾ ശരിക്കും അകത്തേക്ക് എൻ്റർ ആയിട്ടില്ല, ജസ്റ്റ് ആ എൻട്രൻസിലേക്ക് എത്തിയിട്ടുള്ളൂ. അവിടെ തന്നെ ഇങ്ങനെ കുറേ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നൊരു കാര്യം, എല്ലാ ടാങ്കിൻ്റെയും അടിയിൽ തന്നെയായിട്ട് അവരൊരു ടാഗ് ഇട്ടിട്ടുണ്ടാവും. അതെന്ത് മീനാണ്, അതിൻ്റെ പേരും ഡീറ്റെയിലൊക്കെ ആയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ എല്ലാ മീനിൻ്റെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ മറുപടി ആകാത്തതുകൊണ്ട് മീനിൻ്റെ പേരുകളൊന്നും പറയുന്നില്ല. അപ്പോൾ നിങ്ങളവിടെ പോകുന്നുണ്ടെങ്കിൽ എല്ലാ മീനിൻ്റെ പേരുകൾ അതിൻ്റെ താഴെ തന്നെ ഉണ്ട്. നിങ്ങളത് വായിച്ച് എക്സ്പീരിയൻസ് ചെയ്യുക.
അകത്തെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ പുറത്തേക്ക് ഇറങ്ങി കഴിയാൻ നേരത്തെ ലെഫ്റ്റ് സൈഡിലായിട്ട് ഒരു സോനിയർ ഷോപ്പ് ഉണ്ട്. അവിടെ നിന്ന് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കാം. അതിൻ്റെ തൊട്ടിപ്പുറത്തായിട്ടൊരു ഫിഷ് ഫീഡിങ് ഏരിയ ഉണ്ട്. അവിടെ മീനിന് നമുക്ക് തീറ്റ കൊടുക്കാം. അങ്ങനെ മീനിന് തീറ്റ കൊടുത്ത് കഴിഞ്ഞ് തൊട്ടിപ്പുറത്തായിട്ട് നമ്മൾ അകത്തുനിന്ന് നമുക്ക് ഫോട്ടോ എടുക്കാം. ഡിജിറ്റൽ ക്യാമറയിൽ അവരെടുത്ത് തരും. ആ ഫോട്ടോസ് ഇവിടെ പുറത്ത് കളക്ട് ചെയ്യാൻ പറ്റും. പിന്നെ പിള്ളേർക്ക് കളിക്കാനായിട്ട് ഒട്ടകം അങ്ങനെയുള്ള കുറേ ശില്പങ്ങളൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിള്ളേർക്കൊക്കെ നല്ല ഇഷ്ടപ്പെടുന്ന സംഭവങ്ങളാണ്. ആനിമൽസ്, കുറേ ആനിമൽസ് ഉണ്ട്. പിന്നെ ഇതുപോലത്തെ ഒരു ട്രെയിൻ സഫാരി ഉണ്ട് ഇവിടെ. അത് എങ്ങനെ അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഞാൻ അത് ചോദിച്ചാൽ ഞങ്ങൾ കയറിയില്ലായിരുന്നു. ബാക്കിയുള്ളവരൊക്കെ പുറത്തേക്ക് ഇറങ്ങിയായിരുന്നു. ഞാൻ വീഡിയോ എടുത്ത് ലേറ്റായിപ്പോയി. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അതിലേക്ക് കയറാൻ നിന്നില്ല. നമ്മൾ അവിടെ നിന്ന് പുറത്തേക്ക് ഇറങ്ങി. മലമേളിൻ്റെ പുറത്തേക്ക് എത്തിക്കാൻ നേരത്ത് ഇവിടെ ഒരു ചിൽഡ്രൻസ് പാർക്ക് ഉണ്ട്. അതിൻ്റെ ടിക്കറ്റ് കൗണ്ടർ ഉണ്ട്. പക്ഷേ അതും ഞങ്ങൾ കയറിയില്ല. എല്ലാവരും പുറത്തേക്ക് പോയായിരുന്നു. നമ്മൾ ലേറ്റ് ആയതുകൊണ്ട് അവിടെയും കയറാതെ നമ്മൾ പുറത്തേക്ക് ഇറങ്ങുകയും ചെയ്തു. മലമേളിൽ നിന്ന് നേരെ പുറത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞാൽ സ്ട്രെയിറ്റ് ഒരു 200 മീറ്റർ നടന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ബീച്ചെത്തും. അപ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ തന്നെ ഒരു വൈകിട്ടാവും. അപ്പോൾ ഞങ്ങൾ ആ ബീച്ചും കൂടിയും പോയി ഈവനിങ് സൺസെറ്റും കൂടി കണ്ടതിന് ശേഷമാണ് ഞങ്ങൾ ഈ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്തത്. അപ്പോൾ നിങ്ങൾ പോകുന്നുണ്ടെങ്കിൽ ആ ബീച്ചും കൂടി എക്സ്പീരിയൻസ് ചെയ്തതിന് ശേഷം മാത്രം നിങ്ങളുടെ ട്രിപ്പ് വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ അടുത്തൊരു ലൊക്കേഷനായിട്ട് നമ്മൾ വരുന്നതായിരിക്കും. എങ്ങനെയാടി?